കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BA എക്കണോമിക്സുകാരുടെ 5th സെം സബ്ജക്റ്റായിട്ടുള്ള ഫിസിക്കൽ എക്കണോമിക്സിലെ ലാസ്റ്റ് ചാപ്റ്ററായ ഫെഡറൽ ഫൈനാൻസിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായിട്ടുള്ള നീതി ആയോഗാണ് ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് പല കോമ്പറ്റീഷൻ എക്സാമിനും ചോദിക്കുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ എന്നതാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം. 2015 ജനുവരി 1 ഇത് നിലവിൽ വന്നത്. 1950 മാർച്ച് 15 രൂപം നൽകിയ പ്ലാനിംഗ് കമ്മീഷനു പകരം നിലവിൽ വന്നതാണ് നീതി ആയോഗ്. ഇതിന്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്ററാണ്. അതുപോലെ എല്ലാ സ്റ്റേറ്റ്സിലെയും ചീഫ് മിനിസ്റ്റേഴ്സും യൂണിയൻ ടെറിട്ടറീസിലെ ലഫ്റ്റനന്റ് ഗവർണേഴ്സും ഇതിലെ അംഗങ്ങളാണ്. യൂണിയൻ ക്യാബിനറ്റിന്റെ എക്സിക്യൂട്ടീവ് ആക്ഷനിലൂടെയാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. നരേന്ദ്രമോദി സർക്കാരാണ് നീതി ആയോഗിന് രൂപം നൽകിയിട്ടുള്ളത്. അതുപോലെ ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. ഫസ്റ്റ് മീറ്റിംഗ് നടന്നിട്ടുള്ളത് 2015 ഫെബ്രുവരി 8 ചെയർമാൻ നരേന്ദ്രമോദി ആയിരുന്നു. ഗവൺമെന്റ് പല പ്രശ്നങ്ങളും നേരിടുന്ന സാഹചര്യത്തിൽ അഡ്വൈസ് നൽകുക എന്നതാണ് നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യം. ഇതൊരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസറി ബോഡിയാണ്. അതായത് പ്ലാനിംഗ് കമ്മീഷൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ നീതി ആയോഗ് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ലാത്ത, ഭരണഘടനാപരമല്ലാത്ത ഒരു ഉപദേശക സമിതിയാണ്. ഇനി നീതി ആയോഗിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഒന്നാമത്തേതാണ് രാജ്യത്തിന് വേണ്ടിയിട്ട് പുതിയ പോളിസീസും പ്ലാനുകളും ഉണ്ടാക്കുന്നു. 2 ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കുന്നത് വഴി രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. അതായത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തി അതുവഴി രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. 3 ഗവൺമെന്റ് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് നോക്കുകയും അവയുടെ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കുകയും ചെയ്യുന്നു. 4 സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സിനിടയിൽ ഒരു തിങ്ക് ടാങ്കായി നീതി ആയോഗ് പ്രവർത്തിക്കുന്നു. അതായത് പുതിയ പോളിസീസ് ഉണ്ടാക്കുമ്പോൾ പുതിയ ആശയങ്ങൾ കൊടുക്കുന്ന ഒരു തിങ്ക് ടാങ്കായി എന്ന് വെച്ചാൽ ഒരു ആശയ കേന്ദ്രമായിട്ട് നീതി ആയോഗ് പ്രവർത്തിക്കുന്നു. അടുത്തത് നീതി ആയോഗിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഒന്നാമത്തതാണ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഒരുമിച്ച് ചേർന്ന് രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. 2 പദ്ധതികൾ വില്ലേജ് ലെവലിൽ നിന്ന് തുടങ്ങി ക്രമേണ അത് സ്റ്റേറ്റ് ലെവലിൽ എത്തിക്കുക. അതായത് പദ്ധതികൾ ആദ്യം തുടങ്ങേണ്ടത് എവിടെയായിരിക്കണം? ഗ്രാമങ്ങളിലായിരിക്കണം. പിന്നീട് അത് പതിയെ വലിയ തലങ്ങളിലേക്ക് എത്തിക്കുക. 3 രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഉറപ്പായിട്ടും എക്കണോമിക് പ്ലാൻസിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. 4 സാമ്പത്തിക വളർച്ചയിൽ ബെനിഫിറ്റ് കിട്ടാത്ത പാവപ്പെട്ടവർക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക. 5 ദീർഘകാലത്തേക്ക് വേണ്ട പ്ലാനുകൾ ഉണ്ടാക്കുക. അത് നടപ്പാക്കുമ്പോൾ തെറ്റുണ്ടെങ്കിൽ തിരുത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക. 6 വിദഗ്ധരുടെ ഉപദേശം തേടുക. 7 സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് പ്ലേസ് ഉണ്ടാക്കുക. 8 ഗവൺമെന്റ് പദ്ധതികൾ കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ എന്ന് നോക്കുകയും അത് സക്സസ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. അവസാനത്തേതാണ് പദ്ധതികൾ നന്നായി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ ടെക്നോളജി യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.